ഹലോ മക്കളെ, അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ തുള്ളലിൻ്റെ ഒരു ദിവസത്തെ കാഴ്ച കേട്ടോ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു ദിവസത്തെ കാഴ്ച. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ തുള്ളലാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടി തൊഴാൻ പോവുകയാണ്. എല്ലാ കൊല്ലവും നടത്തുന്നതാണ് കേട്ടോ തുള്ളൽ. അപ്പോൾ ഇപ്രാവശ്യത്തെ തുള്ളലത്തെ വിവരങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതാണ് സ്റ്റേജ്. വൈകുന്നേരം ഗംഭീര പരിപാടികളൊക്കെ ഉണ്ട്. കൊച്ചു കൊച്ചു കടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അമ്പലത്തിൽ എണ്ണയ്ക്ക് ഒഴിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൊല്ലം അതിഗംഭീരമായിട്ട് നടക്കുന്ന കേട്ടോ തുള്ളൽ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. ഇതാ അവർ പൂജകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വൈകിട്ടാണ് കേട്ടോ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ വന്നിങ്ങനെ തൊഴുതു പോകുന്നുണ്ട്. ഇതാണ് വൈകിട്ട് സദ്യക്കുള്ള സ്ഥലം. സദ്യ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ തുള്ളൽ പ്രമാണിച്ചിട്ട് ഇതാ ചിക്കനാട്ടോ പ്രാർത്ഥിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ കഴിച്ചാലും വൈകുന്നേരം ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ചിക്കൻ വറുത്തിട്ടുണ്ട്, റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഗീ റൈസാണ് കേട്ടോ വേറൊരു ഐറ്റം. അങ്ങനെ ഇതാ റൈസ് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഗീ റൈസ്, പിന്നെ ചിക്കൻ റോസ്റ്റ് ആട്ടോ ഉണ്ടാക്കുന്ന. ചിക്കൻ റോസ്റ്റിനുള്ളത് റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് ചിക്കൻ വറുത്ത, കുട്ടികൾക്ക് എന്തായാലും ചിക്കൻ വറുത്ത വേണ്ടേ. അപ്പോൾ ഐറ്റംസൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഡ്രിങ്ക്സും പിന്നെ ഫ്രൂട്ട്സും പ്രത്യേകമായിട്ട് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തുള്ളൽ പ്രമാണിച്ച് ഞങ്ങളെ വീട്ടിലുള്ള വിഭവം ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഐറ്റംസൊക്കെ റെഡിയായി ഞങ്ങളതാ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു ഒക്കെ ഉണ്ടാക്കി ഫാമിലിയായിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം. പരിപാടികൾക്കിടയിലുള്ള അവളുടെ ഒരു കുറച്ച് സന്തോഷമായിട്ടോ കാണിക്കുന്നത്. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ് കേട്ടോ. പാട്ടൊക്കെ വെച്ചപ്പോൾ അവൾക്കൊന്ന് ഡാൻസ് കളിക്കണം എന്നുള്ള ആഗ്രഹം, അതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ വൈകിട്ടുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞങ്ങളുടെ അടുത്തുള്ളൊരു കുട്ടിയാണ് കേട്ടോ അത്. അപ്പോൾ വൈകിട്ടുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും വന്ന് തുടങ്ങി കേട്ടോ. സദ്യ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. പൂജയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, പായ പുതപ്പ് എന്തെങ്കിലുമൊക്കെ അവിടെ വിരിച്ച് വയ്ക്കുകയാണ്. സ്റ്റേജ് പ്രോഗ്രാംസ് തുടങ്ങുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് സ്ഥലം പിടിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്ഥലം പിടിച്ചു കേട്ടോ. അങ്ങനെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് കേട്ടോ ഞാൻ പാട്ടിടാത്തത്. ഞാൻ 2 തവണ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ കൊണ്ട് ഒക്കെ തകർപ്പനായിട്ട് അടിപൊളിയായിട്ട് പരിപാടികൾ നടക്കുകയാണ് കേട്ടോ. തിരുവാതിരക്കളി തൊട്ടിട്ട് ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഗംഭീര പരിപാടികൾ തന്നെയായിരുന്നു കേട്ടോ. സ്റ്റേജ് ഷോയും ഗാനമേളയും ഡാൻസും ആയിട്ട് തിരുവാതിരക്കളി അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസുകൾ ഉണ്ടായിരുന്നു. കുറച്ച് വൈകിട്ടാണ് ഗാനമേള ഉണ്ടായത്, അത് കാണാൻ നിന്നില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ തുള്ളൽ അതിഗംഭീരമായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.